സ്വന്തം അച്ഛൻ്റെ കൊലപാതകം നേരിൽ കാണുക, നിറഞ്ഞു തുളുമ്പിയ കണ്ണീരിൽ മങ്ങിയ വെളിച്ചത്തിൽ കണ്ട ആ ദൃശ്യം 56 വർഷങ്ങൾക്കിപ്പുറവും വേണുഗോപാൽ മാങ്ങാട്ടിനെ വേട്ടയാടുന്നുണ്ട്. പാലക്കാട് കോങ്ങാട് നടന്ന കേരളത്തിലെ ആദ്യത്തെ നക്സൽ കൊലപാതകവും വലിയ ജയിൽ ചാട്ടവും ചർച്ചകളിൽ നിറയുമ്പോൾ കൊല്ലപ്പെട്ട നാരായണൻകുട്ടി നായരുടെ മകൻ വേണുഗോപാൽ 1970 മുതൽ അനുഭവിച്ച യാതനകൾ ഓർത്തെടുക്കുകയാണ്. ജൂലൈ 30 രാത്രി 35 മിനിറ്റ് മാത്രം നീണ്ട ആക്രമണത്തിൻ്റെ ഓർമ്മയിൽ ജീവിച്ച നാളുകൾ, ഭീകര സ്വപ്നം കണ്ട് ഉറക്കം നഷ്ടപ്പെട്ട കാലം, താൻ അറിഞ്ഞ അച്ഛനെ ജനങ്ങൾ ക്രൂരനെന്ന് വിശേഷിപ്പിക്കുന്നത് കണ്ട് തിരിച്ചു പറയാൻ കഴിയാതെ ഓടിയൊളിച്ച നാളുകൾ. ജീവിതം ഒരു ചക്രം പോലെയാണ്. എല്ലാ കാലവും സത്യം മറച്ചു വയ്ക്കാൻ സാധിക്കില്ല. ഒരു നാൾ ആ ചക്രം തിരിഞ്ഞ് സത്യത്തിൻ്റെ ഭാഗത്ത് വന്നു ചേരും. ആ വിശ്വാസത്തിൽ പൊരുതിയ വേണുഗോപാൽ തൻ്റെ ജീവിതത്തിൻ്റെ ഗതി മാറ്റിയ ദിവസത്തെ ഓർക്കുകയാണ്. ജനങ്ങൾക്കെല്ലാം പ്രിയങ്കരനായ തൻ്റെ അച്ഛൻ കൊല്ലപ്പെട്ടതിന് ശേഷം അതിക്രൂരനായ ജന്മിയായതെങ്ങനെ? സന്തോഷകരമായ ആ രാത്രി ചോരയിൽ മുക്കി തൻ്റെ കുടുംബത്തെ നശിപ്പിച്ചതിന് വിപ്ലവം എന്ന് പേരിട്ടത് ആരാണ്? 56 വർഷത്തെ മൗനം വിടുകയാണ് വേണുഗോപാൽ മാങ്ങാട്. കേരളത്തിലെ ഏറ്റവും വലിയ ജയിൽ ചട്ടം ചാപ്റ്റർ 4 ചെയ്യുമ്പോഴും മനസ്സിനെ അലട്ടിയിരുന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. കൊല്ലപ്പെട്ട നാരായണൻകുട്ടി നായരുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അവർക്ക് എന്താകും പറയാനുണ്ടാകുക? അതിനുള്ള ഉത്തരമാണ് ഈ അഭിമുഖം. കോങ്ങാട് കൊലപാതകത്തിലേക്കും അതിൻ്റെ ചരിത്ര സത്യങ്ങളിലേക്കും ഞങ്ങളെ കൊണ്ടുപോകുന്നത് ആരാണെന്നറിയില്ല. ഓരോ സംഭാഷണം കഴിയുമ്പോഴും പുതിയ കണ്ണികൾ കൂട്ടിച്ചേർക്കപ്പെടുന്നു. ഞങ്ങളുടെ യാത്ര അവസാനിക്കുന്നില്ല. 1970 ജൂലൈ 30 അന്നാണ് കേരളത്തിലെ നക്സലൈറ്റ് കൊലപാതകം, ആദ്യത്തെ നക്സലൈറ്റ് കൊലപാതകം എന്ന് പറയുന്നത്. താങ്കളുടെ അച്ഛൻ്റെ, അതെ, നാരായണൻകുട്ടി നായരുടെ കൊലപാതകം നടന്നു. അതിനെ തുടർന്ന് പ്രതികൾ ജയിലിലാവുന്നു. നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജയിൽ ചാട്ടം എന്ന് പറഞ്ഞ് മുണ്ടൂർ രാവുണ്ണിയുടെ ഒരു അഭിമുഖം പ്രസിദ്ധീകരിക്കുന്നത്. അന്ന് നാരായണൻകുട്ടി നായരുടെ മകൻ എന്നുള്ള നിലയ്ക്ക് താങ്കൾക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സ്വന്തം ആത്മകഥ അടുത്ത മാസം പുറത്തിറങ്ങാനിരിക്കുക. ജൂലൈ 30, 1970 വേണുവേട്ടന്റെ വയസ്സ് എത്രയായിരുന്നു? എനിക്ക് അന്ന് 15. ഓർമ്മയിലുണ്ടോ അന്നത്തെ രാത്രി? നല്ലപോലെ ഒന്ന് പറയാവോ എന്താണ് അന്ന് നടന്നത്? തീർച്ചയായും. അന്നത്തെ ദിവസം ഒന്ന് പറയാവോ? സാധാരണ ദിവസം അച്ഛൻ പുറത്തു പോകും. ഈവനിങ്ങിൽ പോയിട്ട് അവിടെ ക്ഷമാസ്മാരകം പറഞ്ഞൊരു വീടുണ്ട്, അവിടെ ഫ്രണ്ട്സൊക്കെ പാടെ പോയിരുന്ന് സംസാരിച്ചിട്ട് 8-9 മണിക്കേ വരിക. അന്ന് പക്ഷെ അച്ഛൻ എവിടെയും പോയില്ല. കാരണം പിറ്റേ ദിവസം, ഈ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം, പിറ്റേ ദിവസം അച്ഛൻ്റെ ജ്യേഷ്ഠൻ ചിന്നക്കുട്ടൻ നായരുടെ 1ാമത്തെ ശാർദാണ്. മരിച്ചിട്ട് 1 വർഷം തികയാണല്ലോ. ആ ശാർദ ദിവസമാണ് 31-ാം തീയതി. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലും ബലിയിടൽ കർമ്മങ്ങളും പിന്നെ സദ്യയും എല്ലാം ഉണ്ടാവും, ഇളയത് വരിക അങ്ങനെ. അപ്പോൾ ഈ ദിവസം ഇതിൽ തിരഞ്ഞെടുക്കാനുള്ള പ്രത്യേക ഒരു കാരണം, ഈ ദിവസത്തിൽ ഈ എൻ്റെ വലിയച്ഛൻ്റെ വീട്ടിൽ DIG രാജൻ ഉണ്ടായിരിക്കുന്നുള്ളത് ഇവർക്ക് ഉറപ്പായിരുന്നു, ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി. കാരണം ഈ ചിന്നക്കുട്ടൻ നായരുടെ മകളാണ് തങ്കം, DIG രാജൻ്റെ ഭാര്യ, എൻ്റെ വലിയച്ഛൻ്റെ മകൾ. അത് ഉറപ്പുണ്ട്. അത് കണക്കാക്കിയിട്ടാണ് ഇവർ ഈ ഡേറ്റ് ഒന്ന് ഫിക്സ് ചെയ്തത്. ഇവരുടെ പ്രൈം ടാർഗറ്റ് അവിടെയായിരുന്നു, കോട്ടപ്പടിക്കളം. ഏത് പുള്ളിയെ, അതായത് കൽക്കട്ടയിൽ ഈ രാവുണ്ണി പറയുന്നുണ്ട് അതിൽ, അതായത് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു നല്ല വാർത്ത കൽക്കട്ടയിൽ പോകുമ്പോൾ കൊണ്ടുപോകണം. അതിനൊരു ഉയർന്ന പോലീസ് ഓഫീസറെ വധിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ പേർക്കൊരു ക്രെഡിറ്റ് ആവുമല്ലോ. അപ്പോൾ ഇവരെ ആ ദിവസം തിരഞ്ഞെടുക്കാൻ കാരണം അതായിരുന്നു, പുള്ളി സ്ഥലത്തുണ്ടാവും എന്ന് ഇവർ വിചാരിച്ചു. പുള്ളി സ്ഥലത്തുണ്ട്, പുള്ളിയെ വധിക്കാം എന്നായിരുന്നു ടാർഗറ്റ്. ശരിക്കും പുള്ളിയായിരുന്നു ഫസ്റ്റ് ടാർഗറ്റ്. സെക്കൻഡ് എൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു. ഏത് പിന്നെ ഈ ഗോപാലൻകുട്ടി മാം, ഏത് പുള്ളിയാണ് ഞങ്ങളുടെ കാര്യമൊക്കെ നോക്കിയിരുന്നത്. ചോദിച്ചു, പക്ഷെ പുള്ളി അന്ന് പുറത്തായിരുന്നു. എന്ന് ഇവരെങ്കിലും പുറത്തു പോകും, അതുകൊണ്ട് പുള്ളി വരാൻ ലേറ്റ് ആവും. അപ്പോൾ ചോദിച്ചു, നിങ്ങളുടെ കാര്യം നോക്കലാണ്, വളരെ കാര്യം നോക്കലാണ് എന്ന് ഇവർ ചോദിച്ചുകൊണ്ടിരുന്നു. ഏത് പക്ഷെ പുള്ളി രക്ഷപ്പെട്ടു ഭാഗ്യത്തിന്. അങ്ങനെ ഇവരന്ന് സാധാരണ പോലെ ഞങ്ങളുടെ വീട്ടിൽ ദഹനം നടത്താൻ വേണ്ടിയിട്ട് 2-3 പേര് വന്നിട്ടുണ്ട്, പിറ്റേ ദിവസത്തെ സദ്യക്കൊക്കെ ഒരുക്കാൻ.
വീട്ടിൽ നിറയെ ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട് കഴിഞ്ഞാൽ പടിപ്പരയിൽ തന്നെ 4 ബെഡ്റൂം ഉണ്ട്. അങ്ങനെയാണ്, പഴയ ടൈപ്പിലുള്ള ഇതാണ്. പടിപ്പരയിൽ ഒരു റൂമിൽ ഈ ദഹനത്തിന് വന്ന 2 പേരും ഞങ്ങളുടെ വീട്ടിലൊരു കാര്യസ്ഥൻ ചിന്നായാലും കിടക്കുന്നുണ്ട്. പിന്നെ തൊട്ടടുത്ത റൂമിൽ എൻ്റെ ബ്രദർ ശാന്തകുമാരൻ, പുള്ളി, പിന്നെ എൻ്റെ 3 സിസ്റ്റർ സഹോദരിമാരുടെ ഭർത്താക്കന്മാരും. അതിൽ 2 സഹോദരിമാർ അപ്പോഴേക്കും മരിച്ചിരുന്നു. ഒരു പിന്നെ സഹോദരി ഭർത്താവ് ഉണ്ടായിരുന്നു. അതിന് പുറമെ എൻ്റെ ഒരു അമ്മാവനുണ്ട്. പുള്ളിയുടെ അമ്മാവൻ്റെ മകൻ ഉണ്ണികൃഷ്ണൻ പറഞ്ഞ ആള് ഈ ശാരദത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിരുന്നു. ഈ 5 പേരും കൂടി അടുത്ത റൂമിലിരുന്ന് ചീട്ട് കളിക്കാനുള്ള 28 കളിക്കാനുള്ള ഇതിലിങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ താഴത്തെ ഇടത്തില് കോണിയുടെ ചോട്ടിൽ മാനു എന്ന് പറഞ്ഞ് ഞങ്ങളൊരു കാര്യസ്ഥൻ കടന്നിരുന്നു, ഒരു കട്ടില്. പിന്നെ സൈഡിലൊരു റൂമുണ്ട്, അവിടെ 2 പേരെ കിടക്കുക. ഒന്ന് ഊമയിട്ട് ഒരാളുണ്ട്, പിന്നെ പശുവിനെയൊക്കെ കറക്കുന്ന വാസു പറഞ്ഞ ആളും. പക്ഷേ ഈ ഊമ എന്ന് പറഞ്ഞ ആളപ്പോൾ വീട്ടിലായിരുന്നു, കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടിൽ എങ്ങനെയെന്ന് വെച്ചാൽ കിച്ചണിൽ ഈ കേശവൻ നായർ അയാളുടെ പേര്, അയാളും വേണു എന്ന് പറഞ്ഞ ജോലിക്കാരനും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരു ജോലിക്കാരി അമ്മിണിയുണ്ട്, അവളും വേറൊരു ദേവകി പറഞ്ഞ പെൺകുട്ടി കൂടി ഈ ഉമ്മറത്തെ കൊട്ടത്തളത്തിൽ പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഉമ്മറത്തെ കട്ടില് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന് മഞ്ഞളൂരുള്ള ഞങ്ങളുടെ ഒരു അകന്ന ബന്ധു, വയസ്സായ ആളാ, അയാൾ വെറുതെ അപ്പുകുട്ടപ്പടിക്കാന്ന് പറയും, അയാൾ ആ കട്ടിലിൽ കിടക്കുന്നുണ്ട്. അതിൻ്റെ താഴെ കന്നിനെ മേയ്ക്കുന്ന രാമൻകുട്ടി പറഞ്ഞ ഒരു പയ്യനും കിടക്കുന്നുണ്ട്. ഇവരൊക്കെ ഉറക്കായി നേരത്തെ. 9 മണിക്കാ അവർ വന്ന്, ആദ്യം അവിടെ പോയിട്ടാ വന്നത്. അപ്പോൾ അച്ഛൻ കുളിച്ചുകൊണ്ടിരിക്കുക, കുളിക്കാൻ വേണ്ടി കുളിച്ച് കഴിഞ്ഞിട്ടേ ഭക്ഷണം കഴിക്കും. അമ്മ അച്ഛന് തോർത്ത് കൊണ്ടായി കൊടുക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ താഴത്തെ ഒരു ബെഡ്റൂം ഉണ്ട്, അതിൽ ഞാനും എൻ്റെ സഹോദരി വിജയലക്ഷ്മി പിന്നെ കുട്ടികളും ഈ മരിച്ച സിസ്റ്റേഴ്സിൻ്റെ കുട്ടികളും അവിടെ കടന്നിരുന്നു. ബാക്കി മോളിൽ എൻ്റെ വേറൊരു സിസ്റ്ററും തൊട്ടിപ്പുറത്തെ റൂമിലെ അമ്മായി ഈ ഗോപാലൻകുട്ടി നായരുടെ ഭാര്യയും പിന്നെ അവരുടെ കുട്ടികളും ഒക്കെ അവിടെ കിടക്കുന്നുണ്ട്. മുകളിൽ ഇത്രയും ആൾക്കാരുണ്ട്. ഇവര് 9 മണിക്ക് ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ അങ്ങനെ കടന്നേ ഉള്ളൂ. ഇങ്ങനെ ജനയുഗം വായിക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്തു, രാത്രി കിടക്കുമ്പോൾ കന്ന് വായിക്കും. പെട്ടെന്ന് ഈ വേലക്കാരി ദേവകി അകത്തേക്ക് ഓടി വന്നു റൂമിലേക്ക്, കള്ളൻ 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 എന്ന് പറഞ്ഞിട്ട്. ഓടി വന്നപ്പോൾ ഞാൻ ചാടി എഴുന്നേറ്റിട്ട് ഞാൻ പുറത്തേക്ക് ഇന്ന് ഓടി വന്നു. അപ്പൊ നക്സൽ ബാരി സിന്ദാബാദ് എന്ന മുദ്രാവാക്യം കേട്ടു. അപ്പൊ എനിക്ക് സ്ട്രൈക്ക് ചെയ്തു, ഇത് നക്സൽ ബാരികളാണ്, ചിലപ്പോൾ അച്ഛനെ അറ്റാക്ക് ചെയ്യാൻ വന്നായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ വേഗം ബാത്റൂമിൻ്റെ അവിടേക്ക് ഓടി അച്ഛനോട് പറഞ്ഞു, നക്സലൈറ്റ് വന്നിട്ടുണ്ട്, അച്ഛൻ ഈ വഴിക്ക് ബാക്ക് വഴിക്ക് രക്ഷപ്പെടാം. അച്ഛൻ പറഞ്ഞു, ഇല്ല, എൻ്റെ മക്കളെ ഇട്ടിട്ട് ഞാൻ പോവില്ല എന്ന് പറഞ്ഞ് അച്ഛൻ ഓടി വന്ന്. അപ്പൊ ഇവരപ്പോഴേക്കും ആരാ ഗൃഹനാഥൻ ചോദിച്ചിട്ട് ഈ അപ്പൂട്ടപ്പടിക്കരെ പിടിച്ച് കെട്ടി. അയാളാണ് ഗൃഹനാഥൻ പറഞ്ഞ് രാവുണ്ണി തോക്ക് അയാളുടെ ദേഹത്തേക്ക് വെച്ചു. അപ്പോൾ ഞാനല്ല ഗൃഹനാഥൻ. അപ്പൊ അച്ഛൻ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, വടിക്കരിയിലെത്തി, ഞാനാണ് ഗൃഹനാഥൻ, എൻ്റെ കുട്ടികളെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് പറയപ്പോൾ രാവുണ്ണി വേറെ 3-4 പേരും കൂടി അച്ഛൻ്റെ കൈ പിടിച്ച് അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞു. ഇരുത്തിയിട്ട് തോക്ക് നെഞ്ഞത്ത് വെച്ചു. അത് ഞങ്ങളുടെ ഡെയിലി കാണാം. നെഞ്ഞത്ത് വെച്ചിട്ട് 2 പേര് അടുത്ത് നിന്നു. ഇതൊക്കെ ചേട്ടൻ കാണുന്നതാണ്, കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. എല്ലാം കണ്ടു നിൽക്കണം. അപ്പോഴേക്ക് എന്നെ പിടിച്ചു കൊണ്ടുപോയിട്ട് എന്നെ ഒരുത്തൻ കാല് വെച്ച് വീഴ്ത്തി. ഒരു പൂച്ചറ ഗോപാലൻ പറഞ്ഞാണ് എന്നെ നേരെ കൊണ്ടുപോയിട്ട് ഉമ്മർത്തൊരു വലിയ ടേബിൾ ഇട്ടിട്ടുണ്ട്, അതിൽ കൊണ്ടേ കെട്ടി. അപ്പൊ ഈ എല്ലാവരെയും ആളുകളെ കെട്ടി. പക്ഷെ ഈ രാമൻകുട്ടി ഇതൊന്നും അറിഞ്ഞില്ല, അടി കടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് ഇതേ വേറൊരു ഗ്രൂപ്പ് പടിപ്പരയിലേക്ക് പോയി. പടിപ്പരയിൽ പോയിട്ട് ഈ റൂം ചവിട്ടി പൊളിച്ച് ഈ ഉറങ്ങുന്ന അവരെ 3 പേരെ കെട്ടി. ദഹനത്തിന് വന്നവർ കാര്യസ്ഥനി. ഇപ്പുറത്തുള്ള റൂമിൽ ബ്രദേഴ്സും അളിയന്മാരും ഒക്കെ ഇരിക്കുന്നുണ്ട്. അവരെ പിടിച്ച് കെട്ടിയിട്ട് ഒരാളെ ബോംബ് കൊടുത്ത് നിർത്തി, 2 ബോംബ്, കൈ ബോംബ്. ഇവരനങ്ങിയാൽ എറിയാൻ പറഞ്ഞു. ഈ താഴെ കിടക്കുന്ന മാനുമില്ലേ, ചാടി എഴുന്നേറ്റ് അവനെ പോയി പിടിച്ചു. പുള്ളി നല്ല കരുത്തനം. പുള്ളി അങ്ങോട്ട് കൊതറി തെറിച്ച്
2-3 പേരെ ഒന്നും പിടിച്ചാൽ നിൽക്കില്ല, അത്ര കരുത്ത. കാര്യസ്ഥൻ എന്ന് പറഞ്ഞു. കാര്യസ്ഥൻ കട്ടപ്പാര കൊണ്ട് ഇത് എവിടെ അടിച്ചു, ഈ 2 ഇതിലും അടിച്ചത് അങ്ങനെ തരിക്കുമല്ലോ. പുള്ളി അങ്ങനെ ഭയങ്കരമായ നിലവിളി ഞങ്ങൾക്ക് ഈ വീട്ടിലേക്ക് കേട്ടു. മാനുവിൻ്റെ പുള്ളിയെ പിടിച്ച് തലകിഴായ ഈ കോണിൻ്റെ അടിയിൽ കെട്ടിത്തൂക്കി. അത് കഴിഞ്ഞിട്ട് അടുത്ത റൂം പോയിട്ട് ഈ വാസൂരി കെട്ടിത്തൂക്കി. വീട്ടിൽ ഈ കിച്ചണിലെ കേശവൻ നായരെ ഇതിനോട് ചേർത്ത് കെട്ടി, ഒരു എന്താ പറയുക മേശുണ്ട് അതിനോട് ചേർത്ത്. അത് കഴിഞ്ഞിട്ട് ഈ സമയത്ത് എന്ത് പറ്റി, ഈ അമ്മിണി പറഞ്ഞ ജോലിക്കാരി വേണു എന്ന് പറഞ്ഞ ജോലിക്കാരനും ഞങ്ങളുടെ ബാക്ക് കക്കൂസ് വഴി അങ്ങ് ഓടി. ഇവര് പിടിക്കാൻ വേണ്ടി പോയി, പക്ഷേ ഇരുട്ടാണ്. ഇവരെന്ത് കാണിച്ചു, 2 പേരുടെയും മൂക്കിൽ ക്ലോറോഫോം മണപ്പിച്ചു. പക്ഷെ ഇവർ ഓടി, കൊതറി ഓടി. പിന്നെ ഇവർക്ക് പോകാൻ വഴി അറിയില്ല, ഇരുട്ടല്ലേ. അവരത് പറ്റി തൊടി പോയിട്ട് അങ്ങ് ദൂരെ പോയിട്ട് ബോധം കെട്ട് വീണു 2 പേരും. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അച്ഛനെ ഇരുത്തിയതിന് ശേഷം അമ്മയോട് പറഞ്ഞു, അത് നമ്മളെ കഴുത്തിലും കാതിലുള്ളതൊക്കെ ഊരി വാങ്ങി കഴുത്തിലത്തൊക്കെ ഇങ്ങനെ അറുത്തെടുക്കരുത്. അത് കഴിഞ്ഞ് മോള് പോയി എൻ്റെ താഴെയുള്ള സിസ്റ്ററുടെ വളയും മാലയും ഊരി വാങ്ങി. മോള് പോയി അമ്മായിയുടെ കുട്ടികളുടെ എല്ലാം കയ്യിലുള്ള സാധനവും, അതിനൊരു ഗാങ് വേറെ, ഇങ്ങനെ 3-4 ഗാങ്ങാണ്. പോയിട്ട് അവിടെ ചെന്നിട്ട് അമ്മോട് പറഞ്ഞു, മറ്റേ സേഫ് ഇവിടെ. അപ്പൊ അമ്മ പറഞ്ഞു, ഇവിടെ സേഫ് ഒന്നുമില്ല. ഏത്? അപ്പോൾ ഒരു അലമാറി അവിടെ കണ്ടു, അത് വെട്ടിപ്പൊളിച്ചു. ഒരു മഴവും ഇതൊക്കെ വെച്ച് വെട്ടിപ്പൊളിച്ചു. ആ കുട്ടികളുടെ പുസ്തകങ്ങളായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ഈ സ്ത്രീകളെയും അമ്മായിയൊക്കെ താഴെ കൊണ്ടുവന്ന ഒരു റൂമുണ്ട്, അതിലേക്കിട്ട് അടച്ചു പുറത്തുനിന്ന്. അത് കഴിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്തു? അപ്പൊ ഇവർ പറയുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. ഒരു വേലക്കാരനും വേലക്കാരത്തെയും രക്ഷപ്പെട്ടിട്ടുണ്ട്, അവർ പോയിട്ട് അടുത്തുള്ള ആൾക്കാരെ വിളിച്ചു കൊണ്ടുവരും. അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. ഏത്? ഇതിവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അവരാണ് അവിടെ ബോധം കെട്ട് വീണത്. പക്ഷെ ഇവരുടെ വിചാരം എന്താണ്, ഈ ബോധം കെട്ട വിവരം ഇവർക്ക് അറിയില്ലല്ലോ. അങ്ങനെ ഇവര് ഇതൊക്കെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്. വേഗം എൻ്റെ വീട്ടിൽ നായ കടിച്ച് ഇവരെ കടിക്കാൻ ചെന്നപ്പോൾ അതിനെ വെടിവെക്കാൻ വേണ്ടി നിന്നു. അപ്പം ഞാൻ പറഞ്ഞു, വെടിവെക്കരുത്, അതിനെ വെടിവെക്കരുത്, ഞാൻ അടക്കി നിർത്താൻ പറഞ്ഞു. ഞാൻ അതിനോട് കടക്കാൻ പറഞ്ഞപ്പോൾ കടന്നു. എൻ്റെ പെറ്റ് ഡോഗായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേഗം പിന്നെ ഇവര് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അമ്മയും ആ റൂമിലിട്ട് അടച്ചു. അമ്മ ആദ്യം, പിന്നെ അമ്മ ഞങ്ങളെ പൂമുഖത്തുള്ള മുറിയിൽ കൊണ്ടുപോയി. ഏത്? പൂമുഖത്തൊരു മുറി, ഒരു അലമാറിയുണ്ട്, അത് അമ്മ തുറന്നു കൊടുത്തു. അതാണ് ഞങ്ങളുടെ വീട്ടിലുള്ളൊരു അലമാറി. കാശ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലാ വയ്ക്കുക. ഈ താലിച്ചെയിൻ മുറിച്ചെടുത്തു. താലിച്ചെയിൻ മുറിച്ചെടുത്തു. ഈ പറഞ്ഞ പോലെ താലിച്ചെയിൻ മുറിച്ചെങ്കിൽ താലി വീണു, അതൊന്നും ഇവർക്ക് അറിയില്ല. കാരണം രാവുണ്ണി അവിടെ തൊട്ട് ഇരിക്കുകയാണ്. ഏത്? ആദ്യം തൊട്ട് ഈ അച്ഛൻ്റെ അടുത്ത് ഈ തോക്കം പിടിച്ചിട്ട് ഇരിക്കുകയാണ്. മറ്റതൊക്കെ വെറും ഈ സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. താലിച്ച് ഇതിന് അകത്ത് വീണു, അത് നിങ്ങളെ തപ്പി നോക്കി. പിന്നെ വേലക്കാരുടെ എന്താ കൊടുത്തു എന്ന്, ആ ഇരിക്കുന്ന ദേവകി പറഞ്ഞ വേലക്കാരിക്ക് സ്വർണ്ണപ്പട്ട ഇല്ല. ഏത്? വിനഗരെ കൊടുക്കുക. അതൊക്കെ എന്ന് വെച്ചാൽ ആൾക്കാരെ ഇത് ചെയ്യാം. പിന്നെ ബിസ്ക്കറ്റും വെള്ളവും, ഇതൊക്കെ വെറും വ്യാജ കഥകളാണ്. ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല. ഇതില് അമ്മേനെ റൂമിലാക്കി അടച്ചു. അമ്മേനെ അവിടെ കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ ചില്ലറ മാറി എന്ന് പറയും, അത് തുറപ്പിച്ച് നോക്കുമ്പോൾ അതിൽ 2000 രൂപയുണ്ട് ഉള്ളത്. 2000 രൂപ. പിന്നെ ഓർണമെന്റ്സ് ഒന്നും എല്ലാം ഊരി വാങ്ങിയല്ലോ, ആ കുട്ടികളുടെ എല്ലാവരെയും വാങ്ങി. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇത്രയേ ഉള്ളൂ, കിലോ കണക്കിന് സ്വർണ്ണം ഉണ്ടല്ലോ. അമ്മ പറഞ്ഞു, നിങ്ങൾ നോക്ക, കിലോ കണക്കിന് എന്ത് സ്വർണ്ണം അവിടെ, കിലോ കണക്കിന് ഇവിടെ എവിടെ സ്വർണം. അങ്ങനെ അവർക്ക് ഭയങ്കര ഇതായി. അത് കഴിഞ്ഞിട്ട് വേഗം പുറത്തേക്ക് അമ്മയെ കൂട്ടി വന്ന് ആ റൂമിൽ തന്നെ കൊണ്ട് പെങ്ങന്മാരെയൊക്കെ ഇട്ടില്ലേ, ആ റൂമിൽ കുട്ടികളെയൊക്കെ പാടിട്ടു റൂമിലിട്ട് പൂട്ടി കെട്ടി ഇങ്ങനെ കയറുകൊണ്ട്. എന്നിട്ട് നേരെ അച്ഛനെ അവിടുന്ന് നടത്തി പുറത്തേക്ക് കൊണ്ടുവന്നു. ഈ വടിക്കിനിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. എൻ്റെ മുന്നിലാണ് നിർത്തിയിരുന്നു അച്ഛനെ. അപ്പോൾ അവിടെ നിറയെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്, ഗാന്ധിജിയുടെ, മുത്തശ്ശൻ്റെ, ചിന്നക്കുട്ടൻ നായരുടെ, പിന്നെ ദൈവങ്ങളുടെയൊക്കെ. ആ ഫോട്ടോ മുഴുവൻ അടിച്ച് ഉടച്ചു. ഈ വലിയ കട്ടപ്പാര വെച്ച് അടിച്ചുടച്ചിട്ട് ഗാന്ധിജിയുടെ പടം വലിച്ച് കീറി. ഏത്? കീറുമ്പോൾ ഈ ചില്ല് തട്ടിയിട്ട് ഇവരുടെ ആ കൈ മുറിഞ്ഞു. ആ ബ്ലഡ് അവിടെ വീണപ്പോൾ ഉടഞ്ഞവർ ആ ബ്ലഡിൽ ക്ലോറോഫോം ഒഴിച്ചു, കാരണം മണം പിടിച്ചിട്ട് വരരുതെന്ന് വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇത് ചിന്നക്കുട്ടൻ നായർ, ഇയാള് 2 വർഷം മുമ്പ് മരിച്ചു പോയി, ഇല്ലെങ്കിൽ നിന്റെ ഗതി തന്നെ വരും ഇയാൾക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങളോട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ മുണ്ടൂർ കുമാരൻ, പിന്നെയാണ് മുണ്ടൂർ കുമാരൻ ഇറങ്ങി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളുണ്ട്.
ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇവിടെ വന്ന എൻ്റെ അച്ഛൻ ഇങ്ങനെ ചെയ്തു? നിന്റെ അച്ഛൻ ജമ്മിയാണ്, അത് മാത്രമല്ല നിന്റെ അളിയൻ രാജൻ ഞങ്ങളുടെ വർഗീസിനെ കൊന്നതിനുള്ള പ്രതികാരം തീർക്കാനാണ് ഞങ്ങൾ വന്ന് അദ്ദേഹത്തെ വധിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഞങ്ങളപ്പോൾ വിചാരിച്ചു അവിടെ കൊലപാതകം നടന്നു, അതാ ഞങ്ങളുടെ വിചാരം. അദ്ദേഹത്തെ ഞങ്ങൾ കൊന്നു. ഇത് DIGയുടെ ബന്ധുക്കളാണ് നിങ്ങൾ, മാത്രമല്ല നിന്റെ അച്ഛൻ ജന്മിയാണ്, അതുകൊണ്ട് ജന്മികളെയൊക്കെ ഉന്മൂലനം ചെയ്യാൻ ഞങ്ങളുടെ സിദ്ധാന്തമാണ്. അതുകൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛൻ ജന്മിയൊന്നും അല്ല, നിങ്ങൾക്ക് അറിയാനായിട്ടാണ്, അതൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് വേഗം ഇപ്പം കാര്യങ്ങൾ മനസ്സിലായി. ഇവർ പല സാധനവും വീട്ടിൽ നിന്ന് കൊള്ളയടിച്ചതും ഒക്കെ ഇവരുടെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞിട്ട് പോയ അച്ഛനെ നെടുമ്പരയിലേക്ക് ഇറക്കി. നെടുമ്പര വീട്ടിൻ്റെ മുൻമറത്തുള്ളതിലാണ്. അതിലിറക്കിയിട്ട് പറഞ്ഞു, നക്സൽ വാരി സിന്ദാബാദ് എന്ന് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ വിളിച്ചു. അച്ഛൻ പറഞ്ഞു, എന്നെ എന്തിനാ നിങ്ങൾ എവിടേക്കാണ് കൊണ്ടുവന്ന്, നീ നടക്കെന്ന് പറഞ്ഞ് അച്ഛനെ നേരെ വീട്ടിൽ നിന്നൊരു ഇവിടുന്ന് ആ ഗേറ്റിനെക്കാട്ടിലും കുറച്ചും കൂടി ദൂരമുണ്ട് പടിപ്പരയുടെ അവിടെ കൊണ്ടുപോയി. പടിപ്പരയുടെ പുറത്ത്, പടിപ്പരയുടെ ഈ അകത്തുനിന്ന് പുറത്ത് കിടന്നൊരു തിട്ടുണ്ട്. ആ തിട്ടയിൽ നിർത്തിയിട്ടാണ് അതൊന്നും ഞാൻ കാണുന്നില്ല, പക്ഷെ മുകളിലുള്ളവർക്കെല്ലാം ഫീൽ ചെയ്യുന്നുണ്ട് എന്താ നടക്കണമെന്ന് എൻ്റെ ഏട്ടന്മാരെയാണ്. അപ്പോൾ അവിടെ കൊണ്ടേ നിർത്തിയിട്ട് ഇവർ ആ തിട്ടയിൽ നിർത്തിയിട്ടാണ് കവറക്കത്തി കൊണ്ട് ബാക്കിൽ വെട്ടുന്നത്. അപ്പോൾ ഈ ബാക്കിൽ വെട്ടിയിട്ട് ഒരൊറ്റ ചവിട്ടാണ്, നല്ല ഹൈറ്റ് ഉണ്ട് ഈ തിട്ട, അങ്ങനെ താഴേക്ക് കവന്നടിച്ച് വീഴുക ചെയ്തു. ആ വെട്ടി തന്നെ അച്ഛൻ മരിച്ചു. അതുകൊണ്ട് വേറെ വേദന അനുഭവിക്കുക എന്നൊരു സൗണ്ട് മാത്രമേ ഇവർ കേട്ടോളൂ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ശിരച്ഛേദം ചെയ്യുന്നത്. അപ്പോൾ പറയുന്നത് നോക്കി വെട്ട, ചോര തെറിക്കണ്ട, ഇതൊക്കെ മുകളിലുള്ളവർ കേൾക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലായി സംഗതി കൊലപാതകം നടന്നു എന്ന്. അങ്ങനെ ഇവർ അതിൻ്റെ സൈഡും അപ്പുറത്ത് കുളമുണ്ട്, കുളത്തിൽ പോയി കൈയൊക്കെ കഴുകി വിളിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് എത്രയും പെട്ടെന്ന് സ്ഥലം പെടണം എന്ന് പറഞ്ഞിട്ട് ഇവർ അങ്ങനെ പാടം വഴി രക്ഷപ്പെട്ടു കുറേ അപ്പുറം പോയിട്ട് ഒരു കുളമുണ്ട്, അതിൽ ഈ ആയുധങ്ങളൊക്കെ വലിച്ചെറിയും. അങ്ങനെ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഏട്ടനും അവരൊക്കെ കെട്ടക്കഴിച്ച് മറ്റേ ഓടി വീട്ടിലേക്ക് വന്നപ്പോൾ ഞാനും എൻ്റെ കെട്ട് ഈ സഹോദരിമാർ ഇവരൊക്കെ എന്ത് ചെയ്തു, ഒരു കത്തി കിടക്കുന്നുണ്ട്, അതിൽ കയറകത്തുനിന്ന് മുറിച്ചു, എന്നിട്ട് എൻ്റെ കെട്ടയച്ചു. എന്നിട്ട് ഓടാൻ നിൽക്കുമ്പോൾ ഏട്ടനൊക്കെ വന്ന് പറഞ്ഞു, പോവരുത്, അച്ഛനെ കൊണ്ടുപോയിരിക്കപ്പോൾ നമ്മൾ ആളെ വിട്ടിട്ട് അച്ഛൻ വരും, കാരണം ഇവർ പോയി സീൻ കാണരുതല്ലോ. അങ്ങനെ തടുത്ത് നിർത്തി. അങ്ങനെ എല്ലാവരും കൂടി വീട്ടിൽ വന്നിരുന്ന് എന്താ ചെയ്യേണ്ടതെന്നൊരു രൂപമില്ല. അപ്പോൾ വേഗം ഒരു അരമണിക്കൂർ ഇങ്ങനെ സ്തംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഞങ്ങളുടെ ഗോപാലമാമ പറഞ്ഞ ആൾ വന്ന് പുള്ളി കയറുന്നു, കാണുന്നതാണ് എന്താണ് ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞ് പുള്ളി ബഹളം വെച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ മറ്റേ ഏട്ടന്മാരൊക്കെ പോയി പറഞ്ഞു, ഇങ്ങനെയാണ് സംഗതി നടന്ന് എന്ന് പറഞ്ഞ്. അപ്പോൾ പറഞ്ഞു, ശരി, ഉടനെ നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കാമെന്ന് പറഞ്ഞ് ഈ മാനു ഗോപാലമാമ വേറെ അപ്പോഴേക്കും പണിക്കാരെയൊക്കെ വിളിച്ചു. ഞങ്ങളുടെ 40 ജോലിക്കാരുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അതിലുള്ള ആണുങ്ങളെയൊക്കെ വിളിച്ച് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി വിവരം കൊടുത്തു. അപ്പോൾ SI വിജയൻ പറഞ്ഞ ആളാണ് കോങ്ങാട്ടിലെ SI. അയാളും 2-3 കോൺസ്റ്റബിൾമാരും കൂടി വീട്ടിലേക്ക് വീട്ടിൽ വന്ന് പിന്നെ അപ്പോൾ ഏതാണ്ടൊരു ഇവർ 9 മണിക്ക് വന്നിട്ട് 9:35 പോയി. അതാണ് ആ ക്ലോക്കിൽ അടിച്ചു. ആ ക്ലോക്കിൽ അടിച്ചപ്പോൾ ക്ലോക്കപ്പം നിന്നു. അവിടെയുള്ള കൃഷ്ണന്റെ വിഗ്രഹം, റേഡിയോ, സകല താനം തല്ലിപ്പൊടിച്ചു. എന്തൊക്കെ കണ്ടു അത് മുഴുവൻ നശിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവര് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പോലീസൊക്കെ വന്നു. അപ്പോഴേക്കും അപ്പോൾ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ മുണ്ടൂരിൽ നിന്ന് അന്ന് ഈ ടെലിഫോൺ ലൈൻ ഇങ്ങനെ കമ്പി കൂടെ പോകുന്ന ഒരു സിസ്റ്റമാണ്, അത് മുഴുവൻ കട്ട് ചെയ്തു. ഓങ്ങാടായിട്ടുള്ള ബന്ധെ വിച്ഛേദിച്ചു. കാരണം IG-യുടെ വീട്ടിൽ ഫോണുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ ഫോണൊന്നുമില്ല, അവിടെ ലാൻഡ് ഫോണുണ്ട്. അപ്പോൾ അതായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവര് നേരെ ക്യാമ്പിനെ ഇൻഫോം ചെയ്തു. IG-യുടെ കാറും വേറൊരു കാറും എടുത്തിട്ട് അവർ കുളങ്ങര വന്നു. ക്യാമ്പിലും പിന്നെ DSP ഒക്കെ ഇൻഫോം ചെയ്ത് ഒരു എന്താ പറയുക 4 മണിയാകുമ്പോഴേക്കും DSP ബാലഗംഗാധര മേനോൻ, ഒരു 10-200-300 പോലീസ്, പിന്നെ അതുപോലെ ASP ഓർബിസ് തരകൻ, ഇവരൊക്കെ സ്ഥലത്തെത്തി. പിന്നെ ആദ്യത്തെ റിപ്പോർട്ടർ ജോയ് ശാസ്താംപടിക്കലാണ്, അച്ഛൻ്റെ വലിയ സുഹൃത്തായിരുന്നു പുള്ളി. അവരൊക്കെ വന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ
എന്താ പറയുക, അവർ ഇൻവെസ്റ്റിഗേഷനും ചോദ്യങ്ങളൊക്കെ ആലോചിച്ച് പിന്നെ രാവിലെ ഒരു, അന്നൊക്കെ എന്ന് വെച്ചാൽ ഇന്നത്തെ പോലെയല്ല, ഇന്നിപ്പോൾ ഒരു കൊലപാതകം ചെയ്ത് ശിരച്ഛേദം ചെയ്തൊന്നും പേപ്പറിൽ ഫോട്ടോ ആയിട്ട് വരില്ല. അന്നത്തെ ഈ പിറ്റേത്തെ പത്രത്തിൻ്റെ 31-ാം തീയതി 31-ാം തീയതി അല്ല 1-ാം തീയതി 31-ാം തീയതി, കാരണം അതിരാത്രി അല്ലേ നടന്നിരിക്കുന്നത്. ആ ഫോട്ടോ ആണ് ശരിക്കും അച്ഛൻ്റെ ശിരച്ഛേദം വെച്ചിട്ട് ഇങ്ങനെ ആ ഒതുക്കിയിൽ വെച്ച് കിടക്കുന്ന ആ ഫോട്ടോ. അന്ന് അതൊക്കെ പ്രസിദ്ധീകരിക്കുക, എന്നത് പാടില്ല, നിങ്ങളുടെ ഫോട്ടോസ് പ്രസിദ്ധീകരിക്കും. അങ്ങനെ അതായിരുന്നു എല്ലാ ഇതിലും. മാതൃഭൂമി, മനോരമ അന്ന് ലീഡിങ് അവരേ ഉള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ നിറയെ CID ഓഫീസേഴ്സും അവരൊക്കെ വന്ന് കുറച്ച് കഴിയുമ്പോൾ ഇവർ എന്താ പറയുക, ലാൽ എന്ന് പറഞ്ഞൊരു നായ, അത് വേറൊരു കേസ് അന്വേഷണത്തിന് ഇവിടെ ഉണ്ടായിരുന്നു. വളരെ സമർത്ഥനായ നായയാണ് ഈ ലാല്. ഇവിടെ ഉള്ള പെയ്ഗാസും ടൈനിയായിരുന്നു 2 നായകൾ. പക്ഷെ അതിനെക്കാട്ടി ശക്തി കൂടിയവനവൻ. അതിവിടെ ഉണ്ടായിരുന്നുണ്ട്. ആ നായ നേരെ കൊണ്ടുവന്നിട്ട് വീട്ടിൽ അച്ഛൻ്റെ ബ്ലഡ് മണപ്പിച്ചിട്ട് അതിന് നീണ്ടൊരു കയറിട്ട് കെട്ടുപ്പിര്. എന്നിട്ട് ഇങ്ങനെ ഇത് ഓടുന്നതിൻ്റെ പുറകെ പോലീസും ഇവരൊക്കെ ഓടും. അപ്പോൾ ഒരു SI സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു, ഗോവിന്ദൻകുട്ടി മേനോൻ പറഞ്ഞിട്ട്, മണ്ണാർക്കാട് CI. അയാൾ ഈ ഓടി ഇതിൻ്റെ പുറകെ ഓടി, ഏത് പിറ്റേഴ്സ് അയാൾ ഹാർട്ട് അറ്റാക്കിൽ മരിച്ചു ആള്. അപ്പോൾ ഇവർ പോകുമ്പോൾ ഒരു കുളത്തിൽ പോയിട്ട് നായ കുളത്തിലിറങ്ങി. ഏത് പിന്നെ ആ കുളം വറ്റിച്ചപ്പോഴാണ് കുറേ ആയുധം കിട്ടി. അവിടുന്ന് നായ ഓടി വന്നിട്ട് ഈ പൂച്ചിറ പറഞ്ഞ ഈ താണാവ് മനസ്സിലായി, കുറച്ച് അപ്പുറത്താണ്, കുറച്ച് ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്ത് ലെഫ്റ്റ് സൈഡിലാണ് ഈ പൂച്ചിറ അംസയുടെ വീട്. പൂച്ചിറ അലവി മകൻ അംസ ഇതിലെ പ്രതിയാണ്. അവൻ കടന്നുറങ്ങ വീട്ടില്, ഇതും കഴിഞ്ഞിട്ട് വീട്ടിൽ ഉറങ്ങുകയാണ്. അവൻ്റെ വീട്ടിൽ വന്ന് എത്തി ഉറങ്ങിയായിരുന്നു. നായ കൃത്യം പോയി അവനെയാണ് കടിച്ച് കൈ പോയിട്ട്. അവനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരാളെ കിട്ടിയാൽ അറിയാമല്ലോ പോലീസ്. അങ്ങനെ നിമിഷ നേരം കൊണ്ട് പിന്നെ ആൾക്കാരെ എല്ലാ ഭാഗത്തുനിന്നും അറസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എന്താ പറയുക, ഈ കേസ് ഇവരെ ഓരോരുത്തരെയും പിടിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് എന്താ പറയുക, ഇത് രേഖപ്പെടുത്തും, എല്ലാം എന്തൊക്കെ ചെയ്തു ഏതൊക്കെ ചെയ്തു. അപ്പോൾ ഞങ്ങൾ അവരെ കാണും. കുറേ പേരുടെയൊക്കെ ഫേസ് ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ പോലീസ് വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ അതിലൊന്ന് വിക്ടോറിയ കോളേജിൻ്റെ ഒരു മാഗസിൻ ഉണ്ട്, ഈ കോളേജ് മാഗസിനില്ലേ. അപ്പോൾ അതിൽ ചോദിച്ചു ഇതിലെ വല്ലവരും ഉണ്ടോ ചോദിച്ചപ്പോൾ കൃത്യമായിട്ട് ഈ ഭാസ്കരൻ പൂച്ചക്കണ്ണാണ് നമ്മൾ ചിരിച്ചത്, അവനൊരു അത്ലറ്റ് ആയിരുന്നു. അപ്പോൾ പറഞ്ഞു ഇയാൾ ഉണ്ടായിരുന്നു. എൻ്റെ സിസ്റ്റേഴ്സും ഇവരൊക്കെ പറഞ്ഞു ഇയാൾ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഓരോരുത്തരെ അറിയുന്ന പ്രതികളുടെയൊക്കെ ഫോട്ടോ കാണിച്ച് ഇവർ തിരിച്ചറിഞ്ഞു. അപ്പോഴേക്കും ഇവർ ഓരോരുത്തരായിട്ട് പല ഭാഗത്തുനിന്ന് പിടിക്കാൻ തുടങ്ങി. രാവിലെ കുറച്ച് ലേറ്റായിട്ടാണ് പിടിച്ചത്, കണ്ണൂരോ എവിടെ വെച്ചിട്ടാണ് പിടിച്ചത്. അപ്പോൾ ഇവരുടെ ക്യാമ്പിലായിരുന്നു ചോദ്യം ചെയ്യലൊക്കെ. ഈ മുട്ടിക്കുളങ്ങര ആ ക്യാമ്പിൻ്റെ ബാക്കിലൊരു സ്ഥലമുണ്ട്, അവിടെ വെച്ചിട്ടായിരുന്നു ഇവരെ. അപ്പം ഞങ്ങളെ കൊണ്ടേ കാണിക്കും, വീട്ടിൽ കൊണ്ടുവരും. അങ്ങനെ കേസ് ഗംഭീരമായിട്ട് നടന്നു. 2-3 വർഷം നടന്നു. സ്പെഷ്യൽ കോടതി രൂപീകരിച്ചു. ഗോവിന്ദൻകുട്ടി മേനോൻ പറഞ്ഞ ജഡ്ജിയായിരുന്നു. എല്ലാ ഐഡന്റിഫിക്കേഷൻ പരേഡിലും എല്ലാവരെയും തിരിച്ചറിഞ്ഞു, എല്ലാ പ്രതികളെയും കുറ്റമറ്റ രീതിയിലാണ് കേസ് അന്വേഷിച്ചത്. അതിനൊരു സ്പെഷ്യൽ ടീം രൂപീകരിച്ചു. ബാലഗംഗാധര മേനോൻ, DSP, ASP ഓർമിസ് തരകൻ. പിന്നെ ഈ കേസിൻ്റെ കാര്യം നോക്കാം, മുരളി കൃഷ്ണദാസ്, പിന്നെ KC മാല, സർക്കിൾ ഇൻസ്പെക്ടർ ഗോപാല മേനോൻ, സർക്കിൾ ഇൻസ്പെക്ടർ കൃഷ്ണൻകുട്ടി മേനോൻ, പിന്നെ കോൺസ്റ്റബിൾ ഗുപ്തൻ. ഇത്രയുള്ള ഒരു ടീമായിരുന്നു. അവരാണ് ഈ കേസിൻ്റെ എല്ലാ ഇൻവെസ്റ്റിഗേഷനും പേപ്പർ വർക്ക്സൊക്കെ. അത് ഞങ്ങളുടെ വേറൊരു വീട് അവിടെ കടന്നിരുന്നു, കുണ്ടറശ്ശേരി പറഞ്ഞ സ്ഥലത്ത്. അവിടെ വെച്ചിട്ടായിരുന്നു കേസിൻ്റെ സാക്ഷികളെ എല്ലാം പഠിപ്പിക്കലും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്തത്. അങ്ങനെ കേസിലെല്ലാവരെയും ജീവപര്യന്തം ശിക്ഷിച്ചു. അപ്പോൾ ഇതിൽ രാവുണ്ണി വേറൊരു കാര്യം പറയുന്നുണ്ട്. അവിടുന്ന് കിട്ടിയ എന്താ പറയുക ആഭരണങ്ങളൊക്കെ മുക്കുകൊണ്ടായിരുന്നു. കൂടുതലും മുക്കുകൊണ്ടായിരുന്നു. സത്യാഗ്രഹമല്ല, 40 പവൻ ഉണ്ടായിരുന്നു. 40 പവൻ സ്വർണ്ണം ഉണ്ടായിരുന്നു. ഇത് ഈ രാവുണ്ണി ഗോൾഡ് സ്മിത്താണ്. പുള്ളി അതുകൊണ്ട് ഉരുക്കി എല്ലാം ഇതാക്കി. പുള്ളിയുടെ ഒരു 2 ബ്രദേഴ്സ് 3 ബ്രദേഴ്സ് ഉണ്ടായിരുന്നു. 3 പേരും ഇതിൽ ശിക്ഷിച്ചിട്ടുണ്ട്. ടെലിഫോൺ ലൈൻ മുണ്ടൂരി കട്ട് ചെയ്യാൻ അവരാണ് കയറി. വാസുദേവൻ, പുരുഷോത്തമൻ എന്നൊക്കെ പറയും. അപ്പോൾ ഈ പുരുഷോത്തമൻ്റെ അടുത്ത് ക്ലാസ് പഠിക്കുന്ന വേറൊരു പയ്യൻ ചോദിച്ചു. ഇതൊക്കെ കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ചോദിക്കുന്നത്, എന്തിനാണ് ഇത്ര വലിയ എന്താ പറയുക സ്ഥലത്ത് പോയി ഇതൊക്കെ ചെയ്ത് 5 പവനെ ആകെ കിട്ടിയിട്ടുള്ളൂ, ബാക്കി മുക്കുവേണ്ടെന്ന് പറയുന്നു. ചോദിച്ചാൽ പറഞ്ഞു, ചേട്ടാ അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. എൻ്റെ ഏട്ടൻ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വേണ്ടേ?
അതുകൊണ്ട് 35 പവൻ പുള്ളി മാറ്റി. കാരണം ഇത് വീതിക്കാനുള്ളതാണല്ലോ ഏത്. അപ്പോൾ അതാണ് അതിൻ്റെ സത്യം എന്ന് പറയുന്നത്. ഏത് അതൊന്നും രാവണി പറയില്ല. പിന്നെ ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ ഭാസ്കരൻ, ചാക്കോ, ചന്ദ്രൻ, മുരളി ഇവരാണ് ഹാർഡ്കോർ നക്സലൈറ്റ്സ്. ആദ്യം വെട്ടിയത് ഭാസ്കരൻ, പിന്നെ ചന്ദ്രൻ, മുരളി, ഈ 3 പേരാ വെട്ടി. ചാക്കോയും വെട്ടി. രാവണി വെട്ടിയിട്ടില്ല. രാവണി ജസ്റ്റ് നോക്കി നിന്നേ ഉള്ളൂ. പക്ഷേ കേസ് വന്നപ്പോൾ രാവണിയും വെട്ടിയെന്നാക്കി. കാരണം എന്താ വെച്ചാൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് കിട്ടണമെന്ന് വെച്ച് ചെയ്ത കാര്യം തന്നെയാണ്. ഏത് അപ്പൊ ദൃക്സാക്ഷി വേണമല്ലോ. അപ്പൊ ഈ താഴെ കിടക്കുന്ന റൂമിലെ വാസു എന്ന് പറഞ്ഞ ആള് ഏത് കറവക്കാരൻ, അയാളാണ് ആ ജനലിൽ കൂടെ അത് കാണുന്നത്. ഏത് അയാളുടെ ജനലിന്റെ ഉമ്മർത്താണ് ഈ അച്ഛനെ നിർത്തുന്നതും വെട്ടുന്നതും ഒക്കെ. മോളിന്നുള്ള വ്യൂ അല്ല, നേരെ മുന്നില് ആ ജനല് തുറന്നിട്ട് ആ മുന്നില് തിട്ട്. അപ്പൊ പുള്ളിയാണ് ഇതിലെ ദൃക്സാക്ഷി. പുള്ളി പക്ഷേ ആദ്യം വെട്ടിയത് മുരളിയായിരുന്നു. അപ്പോൾ മുരളിയെ കോടതിയിൽ ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ചൊരു തപ്പി പെട്ടെന്ന്. അത് അതിൻ്റെ പുറകിൽ വേറൊരു ഇതുണ്ട്. ഇവിടെ ആരോ ആൾക്കാർ വന്ന് അവൻ്റെ വീട്ടിൽ വന്നിട്ട് സാക്ഷി പറഞ്ഞാൽ നിങ്ങളെയൊക്കെ കൊല്ലുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അതുകൊണ്ടാണ് അവനത് പറയാൻ പേടിയായി. പിന്നീടാണ് അവനത് പറയുന്നത്. ഇങ്ങനെ ഞങ്ങളോട് അപ്പൊന്നും പറഞ്ഞില്ല. ഏത് ഇങ്ങനെ അല്ലെങ്കിൽ അവർക്ക് ശരിക്കും ക്യാപിറ്റൽ പണിഷ്മെന്റ് തന്നെ കിട്ടുമായിരുന്നു. ഏത് അവൻ ഐഡന്റിഫൈ ചെയ്തിരുന്നെങ്കിൽ. പിന്നെ ഇതിനെന്താന്ന് വെച്ചാൽ ഒരു 7 പേരേ ഉള്ളൂ ശരിക്കുള്ള റിയൽ നക്സൽസ്. മറ്റുള്ളവരൊക്കെ പെറ്റി നക്സലുകളാണ്. ഏത് ഇതിലുണ്ട്. അതിൻ്റെ രസം എന്താന്ന് വെച്ചാൽ ഇവരോട് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഒരു വലിയ ജന്മി ഏത് വീട്ടില് കൊലപാതകത്തിന് പോകണം. അയാൾ ഇഷ്ടംപോലെ ആൾക്കാർക്ക് സ്വർണ്ണപ്പണയം കൊടുത്തിട്ട് കിലോ കണക്കിന് സ്വർണ്ണം അവിടെ ഇരിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുണ്ട്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സംഭവമൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീതിച്ചു തരും. ഇതിൽ ആകർഷകരായിട്ടാണ് വന്ന് കൂടുതൽ പേരും വന്ന്. ആദ്യം വിരന്തി ഇതെന്ന് വെച്ചാൽ ഈ DIG രാജൻ്റെ വീട്ടിൽ ഇവർ പോയി. ഏത് 3 പേര് അവിടെ അയച്ചു. പിന്നെ അപ്പം വേറെ എവിടെ സ്ഥലത്ത് വെയിറ്റ് ചെയ്തിട്ട് നിന്നിട്ട്, അത് നേരത്തെയാണ് 7-7:30 ഇങ്ങനെ. അതെങ്ങനെയാ വെച്ചാൽ ഒരു കോട്ടവാതിൽ പോലെ വീട്. ഇതിങ്ങനെ നല്ല ദൂരമുണ്ട്. അവരവിടെ നിന്ന് നോക്കുമ്പോൾ മുറ്റത്ത് 2 പോലീസ് ജീപ്പും പോലീസുകാരൊക്കെ നിൽക്കുന്നു. അപ്പോൾ ഇവരെന്ത് വിചാരിച്ചു, ഇവർക്ക് എന്തോ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഏത് കാരണം ടെലിഫോൺ ലൈനൊക്കെ കട്ടാണല്ലോ. അതുകൊണ്ട് അവിടെ ചെന്നാൽ അവർ നമ്മളെ എന്താ പറയുക, പോലീസ് അറ്റാക്ക് ചെയ്ത് കീഴ്പ്പെടുത്തും. അതുകൊണ്ട് നമുക്ക് ഇവിടെ വേണ്ട, നമുക്ക് 2ാമത്തെ ടാർഗറ്റിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന്. അവിടെ നടന്നിരുന്നെങ്കിൽ ഇവിടെ നടക്കില്ലായിരുന്നു. ഏത് കാരണം അവരുടെ വലിയ അച്ചീവ്മെന്റ് ആയിരിക്കും അവിടെ നടന്നാൽ. ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനല്ലേ. ഏത് അങ്ങനെ ആണ് പുള്ളി രക്ഷപ്പെട്ടു. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ഒരു തീരുമാനം എടുത്തു. DSP ബാലഗംഗാധര മേനോനും പിന്നെ DIG അവരൊക്കെ വന്നപ്പോൾ പറഞ്ഞു, ആ ഭാഗം പരാമർശിക്കണം ഈ കേസിൽ. ഏത് അതിൻ്റെ പുറകെ പോയാൽ ഈ കേസ് ദുർബലമാവും. അവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. അങ്ങനെയാണ് ആ കാര്യം പറയാതിരുന്നു. പ്രൈം ടാർഗറ്റ് അതായിരുന്നു. ഈ അന്നത്തെ ദിവസം ഈ ഒരു സംഘത്തിന് ലീഡ് ചെയ്യുന്നത്, നേതൃത്വം കൊടുക്കുന്ന ആരാണ്? കംപ്ലീറ്റ് രാവണി. ലീഡർ കംപ്ലീറ്റ് രാവണിയായിരുന്നു. രാവണിയാണ് സൂത്രധാരനും ലീഡറും. ഏത് ഇതിന്റെ രസം അതാണ്. കോങ്ങാടും മുണ്ടൂരും 7 കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ അന്ന് വരെ രാവണി എൻ്റെ അച്ഛനെ കണ്ടിട്ടില്ല. അതാണ് ഇതിന്റെ രസം. കാരണം വീട്ടിൽ വന്ന് ഗൃഹനാഥൻ എന്താ പറഞ്ഞിട്ട് അപ്പൂട്ടപ്പടിക്കലെ പിടിച്ച് കെട്ടുന്നത്. അച്ഛനാ വന്ന് സ്വയം പറയണം ഞാനാ ഗൃഹനാഥൻ, അറിയോ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പറയുന്ന മുണ്ടൂർ രാവണിനെ വേണോട്ടനൊക്കെ കാണുന്നത് അന്നാണോ? അന്ന് മാത്രമാണ് കാണുന്നത്. അതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. അപ്പൊ ഇതിന് വേറെ ഒരു വേർഷൻ പറയുന്നത്, അതിന് തെളിവില്ലാത്തതുകൊണ്ട് നമ്മളതിൽ ആരുടെയും പേര് പറയില്ല. കോങ്ങാട് അന്ന് വരെ ഭരിച്ചിരുന്ന അച്ഛൻ DCC മെമ്പറായിരുന്നു, KPCC എലക്റ്റഡ് മെമ്പറായിരുന്നു. ഏത് ഇന്നത്തെ പോലെ നോമിനിയല്ല. സുമാരുണ്ണി മാഷ പറഞ്ഞ് പള്ളിയിൽ മത്സരിച്ച് തോൽപ്പിച്ച് KPCC മെമ്പറായ ആളാണ്. ഏത് DCC മെമ്പറുമായിരുന്നു. കോൺഗ്രസിന് വേണ്ടി അഹോരാത്രം പുള്ളി എപ്പോഴും കഷ്ടപ്പെടുന്ന ആളാണ്. അന്ന് വരെ കോങ്ങാട് പഞ്ചായത്ത് കോൺഗ്രസ് അല്ലാതെ ആരും ഭരിച്ചിട്ടില്ല. കാരണം ഇലക്ഷൻ എപ്പോഴും അച്ഛനാണ് മുന്നിട്ടിറങ്ങി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക. ഭയങ്കര ജനസമ്മതിയായിരുന്നു. അപ്പോൾ ഏതോ ഒരു ലോക്കൽ ലീഡർ, ഞാൻ പാർട്ടിയും പറയുന്നില്ല, അവർക്ക് ഇതിൽ ചെറിയൊരു ഇവരെ ജീപ്പിലൊക്കെ കൊണ്ടുവന്ന് അവിടെ ഇറക്കി എന്നൊരു ശ്രുതിയുണ്ട്. പക്ഷെ തെളിവില്ലാത്തതുകൊണ്ട്
അതിൻ്റെ തെളിവ് കിട്ടാൻ വളരെ പ്രയാസം അവർ അന്വേഷിച്ചു. അതുകൊണ്ട് അത് ആ ഭാഗം നമ്മൾ പിന്നെ ആരും അതിൻ്റെ പുറകെ പോയില്ല. ഏത് ഇതൊരു നക്സലൈറ്റ് കൊലപാതകം എന്നുള്ളതിന് മാറി ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് എന്ന് ചേട്ടൻ സംശയിക്കുന്നു. രാഷ്ട്രീയ ലക്ഷ്യം ഉണ്ടായിരുന്നു. ഏത് അത് മാത്രമല്ല, രാഷ്ട്രീയ ലക്ഷ്യം പറഞ്ഞാൽ ഇതും ഒരു ഊഹാണ് കേട്ടോ. ഇതൊക്കെ വേറെ എൻ്റെ വീട് ഒരു കോടതി പോലെയായിരുന്നു. ഏത് നാട്ടിലുള്ള എല്ലാ ആൾക്കാരും കോടതിയിലും വെളിയും പോയില്ല. എന്തെങ്കിലും സ്വത്ത് തർക്കം പ്രശ്നം ഉണ്ടായാൽ വീട്ടിൽ വരും. അപ്പോൾ എതിർ കക്ഷിയെ അച്ഛൻ വിളിപ്പിക്കും. അവിടെ വെച്ച് രണ്ടുപേരുടെയും കാര്യം കേട്ട് ഒരു തീർപ്പ് കൽപ്പിച്ചു കൊടുക്കും. ഇത് മിക്കവാറും കേസൊക്കെ അങ്ങനെ സെറ്റിൽ ചെയ്യും. ചില കേസുകൾ ഒരു പാർട്ടി ഒപ്പില്ല, ഏത് യോജിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ഭാഗം അച്ഛൻ കോടതിയിൽ ഇയാളോട് കേസ് കൊടുക്കാൻ പറയും. ഈ വന്ന സഹായം ചോദിച്ച് വന്നവരോട് കേസ് കൊടുപ്പിക്കും. ആ കേസൊക്കെ നടത്തിയിരുന്നത് ഹരിദാസ മേനോൻ പറഞ്ഞ ഇവിടെ ഒരു വക്കീലുണ്ടായിരുന്നു, ടി മാധവൻ നായർ, പിന്നെ ഒ രാജഗോപാൽ, നമ്മുടെ BJPയുടെ അച്ഛന് വേണ്ടി ഒരുപാട് കേസ് പുള്ളിയാണ് നടത്തിയിരുന്നത്. അപ്പൊ അതിൽ തോറ്റ ചിലവർക്കും ചില ഏത് അത് ഞാൻ കോങ്ങാടുള്ളവരല്ല, അവരൊന്നും കുറച്ച് അങ്ങ് വിട്ടിട്ടുള്ളവരാ. അതിന് വല്ലവരും ഇനി ഇതിന് ഇവനെ ചട്ടുവാക്കിയിട്ടുണ്ടോന്നും ഒരു സംശയമുണ്ട്. ഏത് ഈ രാവുണ്ടെ ഏത് ആ റിവെഞ്ച് തീർക്കാം. ഇനി ജീവിതത്തിൽ ഒരിക്കലും രാവണനെ കാണണം അങ്ങനെയൊന്നുമില്ല. കാണണമെന്ന് ആഗ്രഹമില്ല എനിക്ക് അവനെ. ഏത് തീരെ ആഗ്രഹമില്ല. കാരണം പ്രത്യേകിച്ച് ഇനി തീരെ കാണണമെന്നില്ല. കാരണം ഇനി കണ്ടു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ആലോചിക്കും. ഏത് ഞാനിങ്ങനെ ആലോചിക്കും, ഏതായാലും ജീവിതം അവസാനിക്കാൻ പോവാണ്, എന്നാൽ അവനെ അങ്ങോട്ട് തീർത്തിട്ട് എന്താ പറയുക, ജീവിതം അവസാനിച്ചാലും വിരോധമില്ല എന്ന് എനിക്ക് തോന്നുന്നു.